ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 33ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടെമ്പിൾ മാസ്റ്റർ ഫസ്റ്റ് ബ്രദറിനെയും തേർഡ് സിസ്റ്ററിനെയും കൊല്ലാൻ പോകുന്നതാണ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് യേഹോങ്യു പരാജയപ്പെട്ട തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് കുതിരപ്പുറത്ത് കയറി ആകുലതയോടെ വരുന്നതാണ്. യേഹോങ്യു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സഹോദരൻ പറയുകയാണ്, ഞാനൊരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. യേഹോങ്യു എന്നാൽ പറയുകയാണ്, നിനക്കിപ്പോൾ നല്ലവണ്ണം പരിക്കേറ്റിട്ടുണ്ട്, നിനക്ക് റെസ്റ്റും ട്രീറ്റ്മെൻറ്റുമാണ് ഇപ്പോൾ വേണ്ടത്. എന്നാൽ തൻ്റെ കൾട്ടിവേഷനൊക്കെ പോയി, താൻ യൂസ്ലെസ് ആണ്, തന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നൊക്കെ യേഹോങ്യുടെ സഹോദരൻ അപ്പോൾ പറയുന്നു. യേഹോങ്യു അപ്പോൾ അവനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, കൾട്ടിവേഷൻ ഇല്ലെങ്കിൽ പോലും നീ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറയുന്നു. എന്നാൽ താൻ അങ്ങനെയൊന്നുമല്ല, താൻ സെക്കൻഡ് ബ്രദറുമായിട്ട് പരാജയപ്പെട്ടു എങ്കിലും അവനുമായിട്ട് ഫൈറ്റ് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്, ഞാൻ സന്തോഷവാനാണ്. അക്കാദമി അവരുടെ സ്റ്റുഡൻസിനെ നല്ലവണ്ണം പഠിപ്പിക്കുന്നുണ്ട്, നീ ഇപ്പോൾ തിരികെ പോകണം, ഇപ്പോൾ തന്നെ ലൂബായിയും സെക്കൻഡ് ബ്രദറും തമ്മിലുള്ള ഫൈറ്റ് നടക്കും, നിനക്ക് ഫൈറ്റ് എന്നാൽ വളരെ പ്രിയപ്പെട്ടതാണല്ലോ, നീ പോയി അത് കാണണമെന്നൊക്കെ യേഹോങ്യുടെ സഹോദരൻ പറയുന്നു. അവൻ മരിക്കാനൊന്നും പോവുകയല്ല എന്ന് കേൾക്കുമ്പോൾ യേഹോങ്യുവിന് സന്തോഷമാകുന്നുണ്ട്. എങ്കിലും അവൾ ചോദിക്കുകയാണ്, നീ എങ്കിൽ എന്ത് ചെയ്യാൻ ഇപ്പോൾ പോവുകയാണ്? അപ്പോൾ അവൻ്റെ ആ വാള് നിലത്തിട്ടിട്ട് യേഹോങ്യുവിൻ്റെ സഹോദരൻ പറയുകയാണ്, ഇനി ഞാൻ ഈ വാള് കൈകൊണ്ട് തൊടില്ല, എനിക്ക് ഈ ലോകത്ത് ചിന്തിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നീ അങ്ങനെ ആയിരിക്കരുത്, നീ നിൻ്റെ ഫൈറ്റിലും കൾട്ടിവേഷനിലും തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, നീ നന്നായിട്ട് ഡെവലപ്പ് ആകും, തീർച്ചയായും നീ എന്നെയും കടത്തിവെട്ടും, പക്ഷേ ഞാൻ നിനക്ക് നല്ലൊരു മാതൃകയല്ല, കാരണം ഞാൻ ഇന്ന് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒരിക്കലും എന്നെ മോഡലാക്കുകയല്ല വേണ്ടത്, എന്നെക്കാളും ഉയരങ്ങളിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ യേഹോങ്യുവിൻ്റെ സഹോദരൻ അവിടുന്ന് പോകുന്നു. വേണ്ട എന്ന രീതിയിൽ കരഞ്ഞുകൊണ്ട് പല പ്രാവശ്യവും അവനെ തടയാൻ വേണ്ടി യേഹോങ്യു സഹോദര എന്ന് ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞിരുന്നു. എങ്കിലും തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാതെ യേഹോങ്യുവിൻ്റെ സഹോദരൻ ഒന്ന് കൈ വീശി കാണിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. അപ്പോൾ ഒരുപാട് ദേഷ്യവും വിഷമവും ആവുന്ന യേഹോങ്യു ലൂസർ എന്ന് വിളിക്കുന്നുണ്ട്. അത് അവനെയാണോ എന്നറിയില്ല. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ ഇതേ സമയം ഫസ്റ്റ് ബ്രദറിനെയും തേർഡ് സിസ്റ്ററിനെയും അവൻ്റെ ശക്തി ഉപയോഗിച്ച് കൊല്ലാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പിൾ മാസ്റ്റർ ശക്തി പ്രയോഗിക്കും തോറും അവർക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് പി അവിടെ ഓടിയെത്തുകയാണ്. അപ്പോഴേക്കും അവൻ ടെമ്പിൾ മാസ്റ്ററിൻ്റെ അടുത്ത് വീണ് പോകുന്നുണ്ട്. ടെമ്പിൾ മാസ്റ്ററിൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്ററിൻ്റെ കാൽക്കൽ വീഴുന്നവനെ പോലെ പി പറയുകയാണ്, അവരെ കൊല്ലരുത്, ഞാൻ ഫാദറിനോട് എന്നും കടപ്പെട്ടവനായിരിക്കും, എന്തും തന്നെ ഞാൻ ചെയ്യാം. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, എൻ്റെ മകൻ എന്ന് വിളിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. പി അപ്പോൾ പറയുകയാണ്, ഞാനും അക്കാദമിയിലെ സ്റ്റുഡൻ്റാണ്. ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, അതിന് പോലും നിനക്ക് യോഗ്യതയില്ല, എന്നെ തടയാൻ നിനക്ക് സാധിക്കില്ല. പി അപ്പോൾ പറയുകയാണ്, ഫാദർ എനിക്ക് ഒരവസരം തരണം, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരനും സഹോദരിക്കും അല്പം റെസ്റ്റെങ്കിലും എടുക്കാമല്ലോ. ടെമ്പിൾ മാസ്റ്ററിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ള അവസരമാണ് പി ചോദിക്കുന്നതെന്നാണ് തോന്നുന്നത്. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ ചോദിക്കുകയാണ്, ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിനക്കുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? പി പറയുകയാണ്, തീർച്ചയായും. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, നീ അക്കാദമിക്ക് വേണ്ടി എന്തും തന്നെ ചെയ്യാൻ തയ്യാറാകുന്നു, എന്നാൽ ഞാനൊരു ഡിമാൻഡ് വെക്കുകയാണ്, പരാജയപ്പെട്ടാൽ നീ താവോയിസം സ്വീകരിക്കണം, എൻ്റെ അനുസരണയുള്ള മകനായി തീരണം. അതൊക്കെ സമ്മതിച്ചുകൊണ്ട് അവസാനമായിട്ട് തനിക്കൊരു ചാൻസ് തരണമെന്ന് പി അപ്പോൾ അപേക്ഷിക്കുന്നു. പി തൻ്റെ സഹോദരന്മാരെ ഒരുപാട് സ്നേഹിക്കുന്നു. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ അവന് ആ അവസരം കൊടുക്കുന്നു. ഫസ്റ്റ് ബ്രദർ എന്നാൽ വേണ്ട എന്ന് പിയോട് പറയുന്നുണ്ട്. എന്നാൽ തേർഡ് സിസ്റ്റർ പറയുകയാണ്, പിക്ക് നമ്മൾ ഒരു അവസരം കൊടുക്കണം, അവൻ ഇത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഭാവിയിൽ അവൻ ഇതിനെക്കുറിച്ച് ഓർത്ത് ഖേദിക്കും, അവൻ്റെ ആ ഇഷ്ടം പോലെ ചെയ്യാൻ അനുവദിക്കാനാണ് തേർഡ് സിസ്റ്റർ പറയുന്നത്. അതിനുശേഷം ടെമ്പിൾ മാസ്റ്ററിനെതിരെ തൻ്റെ മൂവ് നടത്തുകയാണ് പി. അവൻ്റെ മാജിക്കൽ ഫിംഗർ ഉപയോഗിച്ച് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ കുമ്പിട്ട് നിന്ന് വളരെ പതുക്കെയാണ് ടെമ്പിൾ മാസ്റ്ററിനെതിരെ അവൻ്റെ ശക്തി പ്രയോഗിക്കുന്നത്. സാധാരണ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ വളരെ വേഗത്തിലായിരിക്കുമല്ലോ അറ്റാക്കുകൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പി അത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ അവൻ്റെ ഫാദർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെമ്പിൾ മാസ്റ്റർ വളരെ വളരെ പവർഫുൾ ആണെന്ന് അവന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും അവൻ്റെ ആ അറ്റാക്ക് അധിക നേരം നീണ്ടു നിന്നില്ല, ഏതാനും സെക്കൻഡുകൾ മാത്രം. അപ്പോഴേക്കും അവൻ പരാജയപ്പെട്ടു. പേടിച്ച് ഉടനെ തന്നെ അവൻ നിലത്ത് വീണു പോവുകയാണ്. നിലത്ത് വീണ് അവൻ ഒരുപാട് വിഷമത്തോടെ പൊട്ടിക്കരയുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും തോന്നിയത് ഒരു കൊച്ചുകുട്ടി വാവിട്ട് വിഷമത്തോടെ കരയുന്നത് പോലെയാണ്. ഫസ്റ്റ് ബ്രദറിനും തേർഡ് സിസ്റ്ററിനും അത് കണ്ട് ഒരുപാട് വിഷമമാകുന്നുണ്ട്. ടെമ്പിൾ മാസ്റ്ററിന് എന്ത് വികാരമാണ് ഇതേ സമയം ഉള്ളതെന്ന് അയാളുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാകുന്നില്ല.
നിൻകെ ഇതേ സമയം ഇപ്പോഴും ചൈനീസ് ക്യാരക്ടറുകൾ ആ പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ബുക്ക് മാനിയാക്ക് ഓടി വന്നിട്ട് ആകുലതയോടെ പറയുകയാണ്, ടെമ്പിൾ മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം കഴിഞ്ഞാണെങ്കിലും നിൻകെ അതിന് ഉത്തരം പറയുകയാണ്, എനിക്കത് അനുഭവപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗവും കിട്ടിയിട്ടില്ല. എങ്കിലും ഫൂസി ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഈ എന്ന ചൈനീസ് ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൂസി ഒരിക്കൽ പറഞ്ഞിരുന്നു ഫൂസി ഒരു ചൈനീസ് ക്യാരക്ടർ കണ്ടു എന്ന്. അത് ഈ ക്യാരക്ടർ ആണോ എന്നറിയില്ല. എങ്കിലും ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ പരിഹരിക്കാൻ ഇത് മതിയാകുമെന്ന് ഞാൻ കരുതുന്നു. ബുക്ക് മാനിയാക്ക് പറയുകയാണ്, എന്ത് തന്നെ ആയാലും ഉടനെ തന്നെ അത് വേണം. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ റിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടയുന്നതിന് വേണ്ടിയും നിന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും ടെമ്പിൾ മാസ്റ്റർ എന്ത് തന്നെ ചെയ്യാൻ തയ്യാറാകും. അതിന് താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തുകൊണ്ട് ബുക്ക് മാനിയാക്കിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നിൻകെ. അവിടെ ടെമ്പിൾ മാസ്റ്ററിൻ്റെ അടുത്തുള്ള ഫസ്റ്റ് ബ്രദർ ഇതേ സമയം ആലോചിക്കുകയാണ്, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നിന്ന് ടെമ്പിൾ മാസ്റ്ററിനെതിരെ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ പോലും ഒന്നും തന്നെ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എങ്കിലും ഇവിടെ കുറച്ച് സമയം ടെമ്പിൾ മാസ്റ്ററിൻ്റെ ചെലവഴിച്ച് നിൻകെയ്ക്ക് സമയം കൂട്ടിക്കൊടുക്കുക എന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യാനാവുകയുള്ളൂ. ടെമ്പിൾ മാസ്റ്ററിനെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? തേർഡ് സിസ്റ്റർ ഇതേ സമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിയോട് പറയുകയാണ്, എന്തിനാണ് നീ ഇപ്പോഴും കരയുന്നത്? അക്കാദമി നശിച്ചിട്ടില്ല, ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ മരിച്ചിട്ടില്ല. ഇതേ സമയം ടെമ്പിൾ മാസ്റ്റർ പിയെ നോക്കാതെ പറയുന്നുണ്ട്, നീ കരയണ്ട, നീ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കണം തൻ്റെ മകനെക്കുറിച്ച് അയാൾ അങ്ങനെയൊക്കെ പറയുന്നത്. ടെമ്പിൾ മാസ്റ്റർ അതിനുശേഷം പറയുകയാണ്, നിങ്ങളെപ്പോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഫൂസിയോടുള്ള എൻ്റെ ആരാധന ഇതേ സമയം കൂടി വരികയാണ്. നിങ്ങൾ 2 പേരുടെയും ശക്തി ഒരാൾക്കായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്താമായിരുന്നു. പക്ഷേ നിങ്ങൾ 2 വ്യക്തികളാണല്ലോ. ഫസ്റ്റ് ബ്രദറിനെയും തേർഡ് സിസ്റ്ററിനെയും നോക്കിയാണ് പറയുന്നത്. തേർഡ് സിസ്റ്റർ എന്നാൽ ഇതേ സമയം പറയുകയാണ്, ജീവൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യണം, നിന്നെ കൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, 23 വർഷം നീ ഡീമോണിക് കൾട്ടിൽ പ്രാക്ടീസ് ചെയ്തു, അതിനുശേഷം ഫൂസിയോടൊപ്പം ചേർന്നു. എന്നിട്ടും ഇത്തരം ഇമോഷൻസ് ആണല്ലോ നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേർഡ് സിസ്റ്റർ പറയുകയാണ്, ഇമോഷൻസ് അല്ല, ഹാപ്പിനെസ്. ഫൂസി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ്സും സമാധാനവും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, പക്ഷേ നിനക്ക് വേറെ ചാൻസ് ഇല്ലല്ലോ. ഞാൻ ഇവിടേക്ക് വന്നത് ആരെയും കൊല്ലുവാനല്ല, ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ്, എൻ്റെ സഹോദരൻ നിൻകെയാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ പ്രൊട്ടക്ടർ. അവൻ തീർച്ചയായും നിങ്ങളെ തടയും. ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, എനിക്കറിയാം നിൻകെയാണ് അതിൻ്റെ ഗാർഡിയൻ എന്ന്. പക്ഷേ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ വിള്ളലുകൾ ഇതുവരെയും പരിഹരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം അവസാനിക്കും. അതിനുശേഷം ടെമ്പിൾ മാസ്റ്റർ അവൻ്റെ ശക്തി ഉപയോഗിച്ച് ഫസ്റ്റ് ബ്രദറിനെയും തേർഡ് സിസ്റ്ററിനെയും അടിച്ചു വീഴ്ത്തി അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും കരയുകയായിരുന്ന പി ഓടിച്ചെന്ന് തൻ്റെ ഫാദറിനെ തടയാൻ ശ്രമിച്ചതാണ്. എന്നാൽ അപ്പോഴേക്കും ടെമ്പിൾ മാസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു. അവൻ വിഷമത്തോടെ ഒരുപാട് പൊട്ടിക്കരയുന്നു. തേർഡ് സിസ്റ്റർ അപ്പോൾ പറയുകയാണ്, നമുക്ക് ടെമ്പിൾ മാസ്റ്ററിനെ തടയാനായില്ല, പക്ഷേ നിൻകെ തടഞ്ഞോളും. അപ്പോൾ ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ഒരുപാട് പ്രഷറാണ് നമ്മൾ നമ്മുടെ സഹോദരന് കൊടുത്തത്, നിൻകെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തേർഡ് സിസ്റ്റർ പറയുകയാണ്, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, ഈ ദൗത്യം അവനെ ഏൽപ്പിച്ചത് ഫൂസിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിറവേറ്റേണ്ടതും അവൻ്റെ ഉത്തരവാദിത്തമാണ്. അവൻ ആ ഫോർമേഷൻ കീ റിപ്പയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ ഫൂസി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള ആ പവർഫുൾ ആയിട്ടുള്ള ചൈനീസ് ക്യാരക്ടറെങ്കിലും അവന് വരയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഫൂസി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ ചൈനീസ് ക്യാരക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിനെ അവന് രക്ഷിക്കാൻ സാധിക്കുമെന്ന്. അതിനുശേഷം തേർഡ് സിസ്റ്റർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിയെ ഒരുപാട് പ്രാവശ്യം വിളിച്ച് ഫസ്റ്റ് ബ്രദറിനെ കെയർ ചെയ്യാൻ പറയുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന പി 2-3 പ്രാവശ്യം തേർഡ് സിസ്റ്റർ വിളിച്ചതിന് ശേഷമാണ് ഓടി ഫസ്റ്റ് ബ്രദറിൻ്റെ അടുത്ത് വന്ന് അവനെ പിടിക്കുന്നത്. ഗ്രീൻ ഫോർജിൽ ഇതേ സമയം ലൂബായ് തന്നെ കളത്തിലിറങ്ങുകയാണ് സെക്കൻഡ് ബ്രദറിനെ നേരിടുന്നതിനു വേണ്ടി. അത് കണ്ട് മറ്റുള്ള സഹോദരന്മാർ പറയുന്നുണ്ട്, നാശം, ലൂബായ് തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ടല്ലോ. ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സഹോദരൻ ഇതേ സമയം പടച്ചട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവൻ്റെ ആ ഷീൽഡ്, അതിന് നാശം സംഭവിച്ചിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കണം മറ്റുള്ള സഹോദരന്മാർ ഇതേ സമയം നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ എഴുന്നേറ്റ് നിന്ന് മുന്നോട്ട് വരികയാണ് സെക്കൻഡ് ബ്രദർ.
ലൂബായ് ഇതേ സമയം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ബ്രേക്ക് വേണോ എന്ന്. എന്നാൽ സെക്കൻഡ് ബ്രദർ പറയുകയാണ് വേണ്ട, കാരണം ഞാൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഇതേ കോൺഫിഡൻസ് എനിക്ക് അതേ സമയത്ത് ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൂടാതെ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പരാജയപ്പെടുമായിരുന്നു. ക്ഷമയോടെ കാത്തിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ലൂബായ് അപ്പോൾ ചോദിക്കുകയാണ് നിന്റെ വാള് ഇപ്പോഴും റിപ്പയറിങ്ങിലാണല്ലോ, ഞാൻ അത് ശരിയാവുന്നത് വരെയും കാത്തിരിക്കാം. ആയുധമുണ്ടാക്കുന്ന സഹോദരൻ ഇതേ സമയം അത് വളരെ വേഗത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ക്ഷമിക്കണം, റിപ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ഷീൽഡ് മാത്രം എവിടെയെന്നറിയില്ല. നേരത്തെ ഞാൻ കരുതിയത് ആ ഷീൽഡാണ് റിപ്പയർ ചെയ്തിരുന്നതെന്നാണ്. സെക്കൻഡ് ബ്രദർ ആ ഷീൽഡ് അണിഞ്ഞിട്ടില്ല. അതിനുശേഷം സെക്കൻഡ് ബ്രദർ ആ വാളുമായി മുന്നോട്ട് വന്ന് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. സെക്കൻഡ് ബ്രദർ അറ്റാക്ക് ചെയ്യാൻ വന്നത് പോലും വളരെ വേഗത്തിലായിരുന്നു. അത് കണ്ട് ലൂബായ്ക്ക് പോലും ആ മൂവ് ഇഷ്ടമാകുന്നു. ഒന്ന് കണ്ണു മിഴിക്കുമെങ്കിലും അധികമൊന്നും സ്ട്രെസ് കൊടുക്കാതെയാണ് ലൂബായ് ഫൈറ്റ് ചെയ്യുന്നത്. സോഡ് കൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. രണ്ടുപേരും സോഡ് ടെക്നിക്കൽ എക്സ്പേർട്ട് ആയവർ തന്നെ. അല്പനേരത്തെ ഫൈറ്റിന് ശേഷം ലൂബായ് സോഡ് കൊണ്ട് ഒരു കടൽ തന്നെ ഉണ്ടാക്കുകയാണ്. അവൻ ശക്തി ഉപയോഗിച്ച് മുകളിലേക്ക് ചാടി പൊന്തി കഴിയുമ്പോൾ അവൻ്റെ പുറകിൽ സോഡിൻ്റെ ഒരു കടൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അത് കണ്ട് സെക്കൻഡ് ബ്രദർ ഒന്ന് ഞെട്ടുന്നു. വെറുതെ അല്ല അവനെ സോഡ് സെയിൻ്റ് എന്ന് വിളിക്കുന്നത്. ആദ്യമൊക്കെ ആ സോഡിൻ്റെ കടലിനെ നിഷ്പ്രയാസമാണ് സെക്കൻഡ് ബ്രദർ തടുത്തത്. എന്നാൽ പതുക്കെ പതുക്കെ അതിൻ്റെ ശക്തി കൂടി വന്നപ്പോൾ അതിനെ സാധിക്കാതെ വന്നു. ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പാഞ്ഞു വന്ന് ലൂബായ് ഒരു അറ്റാക്കും കൊടുക്കുന്നു. കൈകൊണ്ടുള്ള ആ അറ്റാക്കിൽ സെക്കൻഡ് ബ്രദർ അല്പം തെറിച്ചു പോകുമെങ്കിലും പാഞ്ഞ് തിരികെ വന്ന് വാളുകൊണ്ട് ലൂബായിയെ കുത്തുകയാണ് സെക്കൻഡ് ബ്രദർ. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ലൂബായ്ക്ക് അധികം പരിക്കേറ്റിട്ടില്ല എന്ന് മാത്രമല്ല, വാളുകളുടെ ആ ഒരു കടലിൽപ്പെട്ട് സെക്കൻഡ് ബ്രദറിൻ്റെ വലത്തെ കൈ പോലും അറുക്കപ്പെട്ടിരുന്നു. അറ്റുപോയ ആ വലത്തെ കൈ ഇടത്തെ കൈയിൽ പിടിച്ചുകൊണ്ടായിരുന്നു വാളുകൊണ്ട് ലൂബായിയെ കുത്തിയത്. അത് ലൂബായ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം അല്പം ദൂരെയായിരുന്നു സെക്കൻഡ് ബ്രദർ ഉണ്ടായിരുന്നത്. രണ്ട് കൈകളുടെ ദൂരമുണ്ടായതുകൊണ്ടാണ് വാളുകൊണ്ട് ലൂബായിയെ കുത്തുവാൻ സാധിച്ചത്. ലൂബായ് അതിനുശേഷം തൻ്റെ ശക്തി ഉപയോഗിച്ച് സെക്കൻഡ് ബ്രദറിനെ തെറിപ്പിക്കുന്നുണ്ട്. എന്നാൽ സോഡ് സെയിൻ്റ് എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ലൂബായ്ക്ക് ചെറിയ പരിക്കേൽപ്പിക്കാൻ പോലും സാധിച്ചത് സെക്കൻഡ് ബ്രദറിന് മാത്രമാണ്. ആ ഒരു ഫൈറ്റിന് ശേഷം ലൂബായ് സെക്കൻഡ് ബ്രദറിനെ നല്ലവണ്ണം അഭിനന്ദിക്കുന്നുമുണ്ട്. എങ്കിലും അവസാനമായിട്ട് ലൂബായ് പറയുകയാണ് ഇതിന് ഇത്രയ്ക്കും വലിയ വില കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതുമാത്രമല്ല, ഇപ്പോഴും നിനക്കെന്നെ പരാജയപ്പെടുത്താനും സാധിച്ചില്ല. എനിക്ക് നിന്നോട് ദയ തോന്നുന്നുണ്ട്. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ് ശരിയാണ്, നിന്നെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. പക്ഷെ നിനക്ക് നല്ലവണ്ണം പരിക്കേറ്റിട്ടുണ്ട്. അല്പനേരത്തേക്ക് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ, അതുതന്നെയാണ് എനിക്ക് വേണ്ടതും. ലൂബായ് പറയുകയാണ് അല്പനേരത്തേക്ക് എനിക്ക് ഫൈറ്റ് ചെയ്യാനാകില്ല, ശരിയാണ്, പക്ഷേ നിന്റെ കൈ എന്നേക്കുമായി പോയില്ലേ? അപ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ് കുഴപ്പമില്ല, പക്ഷേ ഗ്രീൻ ഫോർജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചു. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ജീവൻ കൊടുത്തും ഗ്രീൻ ഫോർജിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ തിരികെ പോകണം. നിങ്ങൾ വളരെ പവർഫുള്ളാണ്. അവൻ്റെ ഫൈറ്റിൽ ഇംപ്രസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ലൂബായ് അതിന് തയ്യാറാകുന്നുണ്ട്. സെക്കൻഡ് ബ്രദർ ഇങ്ങനെയും പറഞ്ഞിരുന്നു, മനുഷ്യരെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനില്ലേ? ഇപ്പോൾ പരിക്കും ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നത് തന്നെയാണ് നല്ലത്. പോകുന്നതിന് മുമ്പ് ലൂബായ് സെക്കൻഡ് ബ്രദറിനോടും കെയർഫുൾ ആയിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ബ്രദർ പറയുകയാണ് ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൂബായ് പറയുന്നത് നമ്മൾ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമുക്ക് തന്നെ കൊടുക്കണമെന്നാണ്. എന്നാൽ സെക്കൻഡ് ബ്രദർ പറയുന്നത് നമ്മൾ കൊടുത്ത വാക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ്. സെക്കൻഡ് ബ്രദറിൻ്റെ പ്രോമിസ് വേറൊന്നുമല്ല, അവൻ ജീവനോട് ഇരിക്കുന്നത് വരെയും ആർക്കും ഗ്രീൻ ഫോർജ് കടന്നു പോകാനാകില്ല. അതായത് ശത്രുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ലൂബായ് അപ്പോൾ പറയുകയാണ് നീ ഇവിടെ വെച്ച് പരാജയപ്പെട്ട് മരിക്കുകയാണെങ്കിൽ ഒരു കുറ്റബോധം എനിക്കുണ്ടാകും. സെക്കൻഡ് ബ്രദർ പറയുകയാണ് ആ കുറ്റബോധമൊന്നും വേണ്ട, ഞാനൊന്നിനെക്കുറിച്ച് ഓർത്തും ഖേദിക്കുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ആകുലപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് ലൂബായി പറഞ്ഞു വിടുകയാണ് സെക്കൻഡ് ബ്രദർ. നിങ്കയും ബുക്ക്മാനിയാക്കും ഇതേ സമയം ഫോർമേഷൻ കീയുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർ പ്രത്യേക സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആ ഫോർമേഷന് മാറ്റം സംഭവിക്കുന്നതായി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ ഇതേ സമയം അവൻ്റെ സ്പീഡ് മൂവ്മെൻറ്റ് ഉപയോഗിച്ച് അവരെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു നടക്കുന്നതായി കാണിക്കുന്നു. നിങ്കയും ബുക്ക്മാനിയാക്കും ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഗോഡ് സ്റ്റാർട്ട് ഇൻഫോർമേഷൻ റിപ്പയർ ആക്കാൻ വേണ്ടി അവർക്ക് എവിടെയൊക്കെ പോകേണ്ടി വരുമെന്ന സ്ഥലമൊക്കെ ബുക്ക്മാനിയാക്ക് കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ നിങ്ക പറയുകയാണ് ഈ സ്ഥലങ്ങളെല്ലാം അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു, അവൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ക പറയുകയാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന് ഡാമേജ് ഉണ്ടാക്കിയത് ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് ആദ്യമേ ഒരു സംശയമുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ അംഗീകരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന് ഡാമേജ് ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, സാങ് ആണ്.
എന്നാൽ അവനത് പറഞ്ഞപ്പോൾ ബുക്ക്മാനിയാക്ക് വിശ്വസിക്കാൻ തയ്യാറായില്ല. സാങ്സാങ്ങിനോടുള്ള അവൻ്റെ സ്നേഹം മൂലമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂലമായിരിക്കും അവനതൊക്കെ പറയുന്നതെന്നാണ് കരുതിയത്. എന്നാൽ നിങ്ക പറയുകയാണ് അവൾക്ക് മാത്രമേ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനെ ഡാമേജ് വരുത്താൻ സാധിക്കുകയുള്ളൂ. മിങ്ചിക്ക് അത് സാധിക്കില്ല. മിങ്ചിക്ക് മാത്രമല്ല ടെമ്പിൾ മാസ്റ്ററിന് പോലും ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരേ ഒരു സാധ്യത സാങ്സാങ് മാത്രമാണ്. ഇതൊക്കെ നിന്റെ ഊഹമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ക പറയുകയാണ് ഒരിക്കലുമില്ല. സാങ്സാങ് ദൈവത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണിപ്പോൾ. അവളിൽ നിന്ന് താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഫൂസി താങ് സ്റ്റേറ്റിൽ ഈ ഫോർമേഷൻ തന്നെ ഉണ്ടാക്കിയത്. ബുക്ക്മാനിയാക്ക് പറയുകയാണ് നീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും സാങ്സാങ് നിരപരാധിയല്ലേ? നിങ്ക പറയുകയാണ് ശരിയാണ്, അവൾ നിരപരാധിയാണ്. അവളെയല്ല നമ്മളൊന്നും ചെയ്യേണ്ടത്. അവൾ ഇവിടെ ജീവിച്ചു പോയ അടയാളങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകളെയൊക്കെയാണ് നമ്മൾ ഇല്ലാതെയാക്കേണ്ടത്. അവൾ ഇവിടെ അവശേഷിപ്പിച്ച എല്ലാ ട്രേസുകളും ഇല്ലാതാക്കണം. എന്നാലേ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ വിള്ളലുകൾ ഇല്ലാതാവുകയുള്ളൂ. ബുക്ക്മാനിയാക്ക് അപ്പോൾ ചോദിക്കുകയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ തൻ്റെ വാളെടുത്തുകൊണ്ട് നിങ്ക പറയുകയാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനെ റിപ്പയർ ചെയ്യണമെങ്കിൽ അവളുടെ ആ ഓർമ്മകൾ ഇല്ലാതാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടക്കുന്നു. അതിനുശേഷം അവളുടെ ഓർമ്മകളുള്ള ഓരോരോ സ്ഥലത്തൂടെ കടന്നു പോവുകയാണ് അവർ രണ്ടുപേരും കൂടി. ആ ഓർമ്മകളൊക്കെ ബുക്ക്മാനിയാക്കിനോട് ഷെയറും ചെയ്യുന്നുണ്ട്. സാങ്സാങ്ങിൻ്റെ ഗന്ധം പോലും അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നിങ്ക പറയുന്നത്. നിങ്ക ഇങ്ങനെ സാങ്സാങ്ങിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ബുക്ക്മാനിയാക്കിനും ചെറിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, സാങ്സാങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ച അവസാനം ഇങ്ങനെ അവൻ പറഞ്ഞിരുന്നു എന്തിനാണ് സാങ്സാങ്ങിനെയും കൂട്ടി അവൻ ക്യാപിറ്റലിലേക്ക് വന്നതെന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ബുക്ക്മാനിയാക്കിന് ഒരുപാട് വിഷമം തോന്നിയത്. അതിനുശേഷം നിങ്ക വളരെ ദേഷ്യത്തോടെ അവൻ്റെ വാളെടുത്ത് സാങ്സാങ്ങിൻ്റെ ഓർമ്മകളെല്ലാം അവിടെ നിന്ന് ഇല്ലാതാക്കാൻ പോവുകയാണ്. സാങ്സാങ്ങിൻ്റെ ഓർമ്മകളൊക്കെ നിലനിൽക്കുന്ന ഓരോ സ്ഥലത്തിലൂടെയും അവൻ കടന്നു പോകുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നല്ലോ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ബുക്ക്മാനിയാക്കിനോട്. ആ സ്ഥലങ്ങളിലെല്ലാം എത്തിക്കഴിയുമ്പോൾ സാങ്സാങ്ങിനെ നേരിട്ട് കാണുന്നത് പോലെയും സാങ്സാങ് അവനോട് സംസാരിക്കുന്നത് പോലെയും നിങ്കയ്ക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തിലാവുകയും കരയാൻ പോവുകയും നിങ്ക ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതെല്ലാം സഹിച്ചുകൊണ്ട് ആ ഒരു ഹോളോഗ്രാം പോലത്തെയുള്ള സാങ്സാങ്ങിൻ്റെ രൂപത്തെ വെട്ടി ഇല്ലാതാക്കുകയാണ് നിങ്ക. സാങ്സാങ്ങിൻ്റെ ഓർമ്മകളും ഗന്ധങ്ങളും അവിടെ നിന്ന് ഇല്ലാതാക്കുകയാണ് നിങ്ക ഓരോ പ്രാവശ്യവും സാങ്സാങ്ങിൻ്റെ ആ രൂപത്തെ അങ്ങനെ വെട്ടുന്നത് കാണുമ്പോൾ ബുക്ക്മാനിയാക്കിനെ വിഷമവും പേടിയും ആകുന്നുണ്ട്. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനിലും ഇതേ സമയം എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി കാണിക്കുന്നു. നിങ്കയുടെ ആ ഊഹം മിക്കവാറും ശരിയായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനിൽ ആ മാറ്റം കാണുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ച് അങ്ങനെ ചെയ്ത് അവസാനം അവർ താമസിച്ചിരുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് സാങ്സാങ്ങിൻ്റെ ആ രൂപത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രാവശ്യമാണ് നിങ്ക വെട്ടുന്നത്. കാരണം വേറൊന്നുമല്ല, സാങ്സാങ്ങിൻ്റെ ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലം അതാണ്. നിങ്ക പറഞ്ഞിരുന്നു ക്യാപിറ്റലിൽ വെച്ചുള്ള നമ്മുടെ ആദ്യത്തെ വീട് ഇതാണെന്ന്. സാങ്സാങ് ഓരോ കാര്യങ്ങളും നിങ്കയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്കയ്ക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവൻ കരയാൻ പോലും പോകുന്നുണ്ട്. ഒരുപാട് വിഷമം സഹിച്ചുകൊണ്ടാണ് അങ്ങനെ വെട്ടുന്നത്. എത്രയൊക്കെ വെട്ടിയിട്ടും പുതിയ സാങ്സാങ് അവിടെ പ്രത്യക്ഷമാവുന്നത് കണ്ടപ്പോൾ നിങ്കയ്ക്ക് മനസ്സിലാകുന്നു ആ സ്ഥലം തന്നെ ഇല്ലാതാക്കിയാലേ സാങ്സാങ്ങിൻ്റെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും അവിടുന്ന് ഇല്ലാതാവുകയുള്ളൂ. അതിനുശേഷം ആ വീടിൻ്റെ നേരെയും നിങ്ക വെട്ടുന്നു ഒരു പ്രാന്തനെ പോലെ. നീ സാങ്സാങ് അല്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വായുവിൽ അവൻ വാളുകൊണ്ട് അങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ടെമ്പിൾ മാസ്റ്റർ അവിടെ എത്തി പറയുകയാണ് നിനക്ക് ഭാഗ്യമില്ല, നീ ലേറ്റായി പോയിരിക്കുന്നു. അതിനുശേഷം അവൻ്റെ പുറകിൽ നിന്ന് ഒരു അറ്റാക്കും വിടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞ് നിങ്ക അതിനെ പ്രതിരോധിക്കുന്നു. എന്നാൽ ടെമ്പിൾ മാസ്റ്ററിൻ്റെ ശക്തിയാൽ അവൻ തെറിച്ചു പോയി വീഴുന്നു. നിങ്ക ആ ഒരു അറ്റാക്കിൽ ചോര പോലും തുപ്പിപ്പോകുന്നുണ്ട്. നിങ്ക അപ്പോൾ ദേഷ്യത്തോടെ ഇപ്പോഴും വൈകിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ടെമ്പിൾ മാസ്റ്ററിനെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതല്ല അവൻ്റെ ദൗത്യം എന്നൊക്കെ പറഞ്ഞ് അവൻ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ അതിൽ നിന്നൊന്നും പിന്തിരിയുന്നില്ല. ടെമ്പിൾ മാസ്റ്റർ പറയുന്നത് ഫൂസിക്കും എനിക്കും ഡിഫറെൻ്റ് ഐഡിയാസ് ആണ് ഉള്ളത്. അക്കാദമി ലോക കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്കും ഇടപെടാമെന്നൊക്കെ ടെമ്പിൾ മാസ്റ്റർ പറയുന്നു. അതിനുശേഷം അവസാനമായിട്ട് ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ് എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. താവോയിസം അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ക പറയുകയാണ് അക്കാദമിക്കും താങ് സ്റ്റേറ്റിനും ഒരിക്കലും അവസാനമില്ല. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ് ഫൂസി ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ സഹായമില്ലാതെ ഇപ്പോഴും നിനക്കത് സാധ്യമാകുമെന്നാണ് നീ പറയുന്നത്. എന്നിട്ടും നീ ഇപ്പോഴും ഓടിപ്പോകാത്തതിലാണ് എനിക്ക് അതിശയം. നിങ്ക അപ്പോൾ പറയുകയാണ് ഇത് എൻ്റെ സിറ്റിയാണ്, ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? നിങ്ങളാണ് ഇപ്പോൾ ഇവിടം വിട്ട് പോകേണ്ടത്. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് ഇപ്പോഴും ഈ സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ക പറയുകയാണ് എനിക്ക് സാധിക്കില്ലെങ്കിൽ പോലും ഞാനത് ചെയ്യും.
ഞാൻ താങ് സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ടെമ്പിൾ മാസ്റ്ററിൻ്റെ നേരെ പ്രയോഗിക്കുന്നു. ഫൂസി ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഈ എന്ന ചൈനീസ് ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോർമേഷനാണ് ടെമ്പിൾ മാസ്റ്ററിൻ്റെ നേരെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ടെമ്പിൾ മാസ്റ്ററിനെ പരാജയപ്പെടുത്താമെന്ന് നിങ്കെ കരുതുന്നു. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ നിഷ്പ്രയാസം അതിനെ തകർക്കുന്നു. അന്ന് ഫൂസി പറഞ്ഞ ചൈനീസ് ക്യാരക്ടർ അതല്ലായിരുന്നു. ടെമ്പിൾ മാസ്റ്റർ അതിനുശേഷം പറയുകയാണ്, ഞാനിപ്പോഴും താങ് സ്റ്റേറ്റിൽ തന്നെയാണ്, ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നിട്ടും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചതിലും വീക്കാണല്ലോ നീ. നിങ്കയ്ക്ക് അപ്പോൾ മനസ്സിലാക്കുന്നു ഫൂസി പറഞ്ഞ ആ ക്യാരക്ടർ ഈ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ വാൾ കൊണ്ട് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുകയാണ് നിങ്കെ. എന്നാൽ അതും വിഫലമായെന്ന് തന്നെ പറയാം. അതിനുശേഷം ടെമ്പിൾ മാസ്റ്ററിൽ നിന്ന് നല്ല അറ്റാക്ക് തന്നെയാണ് നിങ്കയ്ക്ക് കിട്ടുന്നത്. എങ്കിലും നിങ്കെ ഓരോ പ്രാവശ്യവും എഴുന്നേറ്റ് അറ്റാക്ക് ചെയ്യുവാൻ ശ്രമിച്ചു. ടെമ്പിൾ മാസ്റ്റർ നിങ്കയെ മതിലുകളിലേക്ക് പോലും പല പ്രാവശ്യവും വലിച്ചെറിഞ്ഞു. ആ ഒരു ആഘാതത്താൽ മതിലുകൾ പോലും തകർന്നിരുന്നു. എന്നിട്ടും നിങ്കെ ടെമ്പിൾ മാസ്റ്ററിനെ ഒരു വിധത്തിൽ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ആ അവസ്ഥ കണ്ട് ടെമ്പിൾ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട്, നീ വളരെ വീക്കാണെന്ന്. ടെമ്പിൾ മാസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ടെമ്പിൾ മാസ്റ്ററിൻ്റെ ഷീൽഡ് തന്നെയാണ് നിങ്കെ അറ്റാക്ക് ചെയ്ത് തെറിപ്പിക്കുന്നത്. ടെമ്പിൾ മാസ്റ്റർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പിൽ ഒരു ഷീൽഡ് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം മതിലിലേക്ക് അവനെ ശക്തമായിട്ട് ചേർത്ത് നിർത്തി ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, നിനക്ക് നിന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് താങ് സ്റ്റേറ്റിനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്? പല പ്രാവശ്യവും ചോര തുപ്പി പോയിട്ടും നിങ്കെ തിരിച്ച് അറ്റാക്ക് ചെയ്യുവാൻ ശ്രമിച്ചു. എന്നാൽ അവസാനം അവൻ്റെ എല്ലുകൾ വലിഞ്ഞു മുറുകി ഒടിക്കുന്ന രീതിയിൽ ടെമ്പിൾ മാസ്റ്റർ എന്തൊക്കെയോ ചെയ്യുന്നു. കാരണം ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതിനുശേഷം ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, വെർമില്യൺ സ്ട്രീറ്റിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലസ്. ഞാൻ അതിനെ ലക്ഷ്യം വെച്ച് പോവുകയാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ നശിപ്പിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം അവൻ വെർമില്യൺ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു. ടെമ്പിൾ മാസ്റ്റർ അവൻ്റെ എല്ലുകൾ ഒടിയുമാറ് അറ്റാക്ക് ചെയ്തിട്ടും ഒരു വിധത്തിൽ എഴുന്നേറ്റിട്ട് അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്കെ. എന്നാൽ ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടന്നപ്പോൾ ശബ്ദം മാറിയത് വേറൊന്നുമല്ല, 2 ദിവസമായിട്ടാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത്. ക്ഷമിക്കണം, 2 ദിവസമായിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. ആദ്യത്തെ സെക്ഷൻ റെക്കോർഡ് കഴിഞ്ഞപ്പോഴേക്കും ജലദോഷം പിടിച്ചതുകൊണ്ടാണ് നല്ലവണ്ണം സൗണ്ട് പോയിരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെയും കാത്തിരിക്കുക. ഗുഡ് ബൈ.